Hello everyone, welcome back to the channel. Today we are going to discuss one of the most powerful short stories in Indian English literature, Draupadi by Mahashweta Devi. നിങ്ങളുടെ റീജിയണൽ ലിറ്ററേച്ചേഴ്സിലാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി ഉള്ളത്. മഹാശ്വേത ദേവി എഴുതിയിട്ടുള്ള ദ്രൗപദി എന്നുള്ള ഷോർട്ട് സ്റ്റോറി. And this story talks about the tribal oppression, state violence, and women's fearless resistance. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് കാലങ്ങളിൽ ഒരുപാട് ഈ ട്രൈബ്സിന് ധാരാളമായിട്ടുള്ള ഓപ്പറേഷൻ നേരിട്ടിട്ടുണ്ട്, വയലൻസ് അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനെതിരെയൊക്കെ പ്രത്യേകിച്ചും സ്ത്രീകൾ ശക്തമായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്തിട്ടുമുള്ളതായിട്ട് നമ്മൾ വായിച്ച സ്റ്റോറീസിലൂടെയും അതല്ലാതെയും ഒക്കെ നമ്മൾ അത് അറിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഒരു സ്റ്റോറിയാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ്രൗപദി എന്നുള്ളത്. നമ്മൾ സ്റ്റോറിയിലേക്ക് പോണതിന് മുന്നേ നമുക്ക് ഓഥറിൻ്റെ ഒരു ഷോർട്ട് ബയോഗ്രഫി നോക്കാം. മഹാശ്വേത ദേവി വാസ് എ ഫേമസ് ഇന്ത്യൻ റൈറ്റർ ആൻഡ് ഓൾസോ എ സോഷ്യൽ ആക്ടിവിസ്റ്റ്. ഒരു ഇന്ത്യൻ റൈറ്ററുമാണ്. ബംഗാളി ലാംഗ്വേജിലാണ് അവർ കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്. ഒരു ആക്ടിവിസ്റ്റ്, ജേർണലിസ്റ്റ്, ഈ രീതിയിലൊക്കെ അവർ പോപ്പുലറാണ്. പിന്നെ മഹാശ്വേത ദേവി കൂടുതലായിട്ടും ട്രൈബൽസിനെ, ദളിറ്റ്സ്, മാർജിനലൈസ്ഡ് പീപ്പിൾ, ഇവരെക്കുറിച്ചൊക്കെയാണ് കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്. അവരുടെ റൈറ്റിങ്സിൽ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്തിനൊക്കെയാണ്, ഈ ട്രൈബ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ തന്നെ അവർക്കെതിരായിട്ടുള്ള അനീതിയും അധികാരത്തിൻ്റെ ആ ഒരു ദുരുപയോഗവും ഒക്കെയാണ് അവരുടെ സ്റ്റോറീസിലെ തീമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ഗീവ് വോയിസ് ടു ദ വോയിസ്ലെസ്. അത് വോയിസ്ലെസ് ആയിട്ടുള്ളവരുടെ അവർക്ക് എതിരെ അവർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ഈ ട്രൈബ്സ് ഓപ്രസ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനോ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനോ ആരും അന്ന് ഉണ്ടായിരുന്നില്ല. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വോയിസ് ആയി പ്രവർത്തിക്കാൻ, അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ മഹാശ്വേത ദേവിയെ പോലുള്ള റൈറ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ സ്റ്റോറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു അതായത് 1960s നക്സലൈറ്റ് മൂവ്മെൻറ്റ് ഇന്ത്യയിലുണ്ടായിരുന്നു. അതായത് ബംഗാളിലുള്ള നക്സൽ ബാരി എന്നുള്ള സ്ഥലത്താണ് ഇത് കൂടുതലായിട്ടും പോപ്പുലറായി ഉണ്ടായിരുന്നത്, ഈ നക്സലൈറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം. അതുകൊണ്ടാണ് ആ സ്ഥലത്തുള്ളത് കൊണ്ടാണ് ഇതിന് നക്സലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ കൂടുതലായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്? അന്നത്തെ ലാൻഡ് ലോഡ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട്. പിന്നെ എന്താണ് ഈ ഓഫീസേഴ്സൊക്കെ ട്രൈബൽസിനെ കൂടുതലായിട്ട് നമ്മൾ ഒരുപാട് മൂവീസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ സ്ത്രീകളെ ആക്രമിക്കുക, ട്രൈബൽസിനെ ആക്രമിക്കുക, അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെതിരെയൊക്കെ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ നക്സലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നക്സലൈറ്റ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ആ ഒരു കാലഘട്ടത്തിൽ ശക്തമായിരുന്നു. അപ്പോൾ അവരെന്തിനാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതായത് അന്നത്തെ ആ ഗവൺമെൻറ് അല്ലെങ്കിൽ റൂളേഴ്സ്, അതിൽ ലാൻഡ് ലോഡ്സ് ഉണ്ടാവാം, പോലീസ് ഓഫീസേഴ്സ് ഉണ്ടാവും, ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ട്രൈബൽ റിബൽസ് നടത്തുന്ന കോൺഫ്ലിക്റ്റാണ്. പിന്നെ ഇതിൽ ദ്രൗപദി എന്നാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ പേരല്ലേ. അപ്പോൾ ദ്രൗപദി എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ കഥാപാത്രമാണെന്ന് അറിയാം. അപ്പോൾ അതിൽ ദ്രൗപദി എന്ന ക്യാരക്ടറിനെ രക്ഷിക്കാനായിട്ട് അവർക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. ശ്രീകൃഷ്ണനും ഉണ്ടായിരുന്നു ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൽ ദ്രൗപദി എന്ന പേരുള്ള ക്യാരക്ടർ, പക്ഷേ ഇതിൽ ദ്രൗപദി എന്നുള്ള പേരല്ല, ദ്രൗപദി. കാരണം അന്നത്തെ ഈ ട്രൈബ്സിനൊക്കെ ഇങ്ങനെ ദ്രൗപദി എന്നുള്ള നല്ല പേരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദ്രൗപദി എന്നാണ്. ഓക്കെ, ഈ സ്റ്റോറി ദ്രൗപദി മെജ്ഹൻ എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടർ, അവരൊരു സന്താൾ ട്രൈബൽ വുമണാണ്. അവരുടെ ഹസ്ബൻഡ് ദുൽന മാജി. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ റവല്യൂഷണറി മൂവ്മെൻറ്റിൽ ഉണ്ടല്ലോ, നക്സലൈറ്റ്സ്, അതിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്.
കാരണം ഇവരുടെ ഈ ദുൽനയുടെ പാരൻസൊക്കെ അവിടെയുള്ള ഒരു ലാൻഡ് ലോഡിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ദുൽനയുടെ ഫാദർ ഇവരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിക്കും ഇവർക്ക്. അങ്ങനെ ഈ ലാൻഡ് ലോഡിൻ്റെ നിന്ന് എന്ത് കടമായിട്ട് വാങ്ങിച്ചാലും എന്ത് ചെയ്യണം, ആ വാങ്ങിയ ആൾ അവിടെ പണിയെടുക്കണം. അതിന് പകരമായിട്ട് അവർക്ക് വേജസ് ഒന്നും തന്നെ കൊടുക്കില്ല. അവരെ പല രീതിയിലും ഇവർ എക്സ്പ്ലോയിറ്റ് ചെയ്യും, സ്ത്രീകളെ ഉപദ്രവിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലാൻഡ് ലോഡ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ദുൽന മാജിയാണ് നമ്മുടെ ദോപ്ഡി മെജഹൻ്റെ ഭർത്താവ്. ഇവൾ വിവാഹം ചെയ്ത് വരുന്നത് ഇവിടേക്കാണ്. അപ്പോൾ അങ്ങനെ ഈ രണ്ടു പേരും, നമ്മുടെ ദോപ്ഡി മെജഹനും ദുൽന മാജിയും ഈ നക്സലൈറ്റ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സാണ്. അവർ ഈ ലാൻഡ് ലോഡ്സിനെതിരെ അവിടുത്തെ ഓഫീസേഴ്സിന് എഗെയിൻസ്റ്റായിട്ടൊക്കെ റെബല്യൻസ് കണ്ടക്ട് ചെയ്യണു, അവരെ ആക്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു സമയത്ത് ആ ഗ്രാമത്തിൽ ഒരു വെള്ളക്ഷാമം വരികയാണ്. അപ്പോൾ ഈ വെള്ളക്ഷാമം വരുമ്പോൾ ഈ ട്രൈബൽസിനൊന്നും അവിടെ സ്വന്തമായിട്ട് കിണറോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് ആ ലാൻഡ് ലോഡിൻ്റെ വീട്ടിൽ കിണറുള്ളൂ. പക്ഷേ ഈ ലാൻഡ് ലോഡാണെങ്കിൽ ഇവരെ ആരെയും അവിടെ വെള്ളം എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. ആ ലാൻഡ് ലോഡിൻ്റെ പേര് സുർജ സാഹു എന്നാണ്. അപ്പോൾ അയാൾ വെള്ളം എടുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവർ എല്ലാ ട്രൈബൽസും ചേർന്ന് ഈ സുർജ സാഹുവിനെ ആക്രമിക്കാനായിട്ട് തയ്യാറാവുന്നു. സുർജ സാഹു ദേഷ്യത്തോടെ ഗണ്ണുമായിട്ട് പുറത്തേക്ക് വരുന്നു. പക്ഷേ ട്രൈബൽസ് അയാളിനെ വളയുകയാണ്. അങ്ങനെ അയാളെ പിടിച്ച് കെട്ടിയിടുന്നു. ട്രൈബൽസ് എല്ലാം ചേർന്നിട്ട് കെട്ടിയിട്ടിട്ട് അവർ ഈ ലാൻഡ് ലോഡിനെ കൊല്ലുന്നു. അപ്പോൾ അങ്ങനെ ഈ കൊന്ന വിവരം ലാൻഡ് ലോഡിനെയാണ് കൊന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ പോലീസും അങ്ങനെയുള്ള പോലീസ് ഫോഴ്സ്, വില്ലേജ് പോലീസ് എത്തുന്നു. ഇവരെയൊക്കെ അന്വേഷിക്കുകയാണ്, ആരാണ് കൊന്നത് എന്നുള്ള അന്വേഷണത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് അവിടുത്തെ ആൾക്കാർ ഈ ദുൽനേനെയും വൈഫിനെയാണ്, ദോപ്ഡിനെയാണ് കുറ്റപ്പെടുത്തുന്നത്, ബ്ലെയിം ചെയ്യുന്നത്. ഇവരാണ് അവരെ കൊന്നത് എന്ന് പറയുന്നുണ്ട്. ഈ ലാൻഡ് ലോഡിനെ മാത്രമല്ല അയാളുടെ മകനെയും കൊല്ലുന്നുണ്ട്. അപ്പോൾ വില്ലേജ് പോലീസ് ഇവരെ തിരയാണ്. ആ സമയത്ത് തന്നെ ഈ ദുൽനയും ദോപ്ഡിയും അവിടുന്ന് രക്ഷപ്പെട്ടു. അവർ പോലീസ് അന്വേഷിച്ചു, അവരെ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ പോലീസ് ഇവർക്കെതിരെ ഒരു ലുക്കൗട്ട് നോട്ടീസ് അനൗൺസ് ചെയ്തു. ആരാണോ ഇവരെ പിടിക്കുന്നത് അവർക്ക് 100 rupees റിവാർഡായിട്ട് തരാം എന്ന് പോലീസ് അനൗൺസ് ചെയ്തു. ഇവർ രണ്ടുപേരും ബംഗാൾ കാട്ടിലേക്കാണ് ഓടി രക്ഷപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഈ ലുക്കൗട്ട് നോട്ടീസ് ഇവർ അനൗൺസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളത് മോസ്റ്റ് നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് ഇവരെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇവർ കാട്ടിൽ പോണു. അവിടെയാണ് പിന്നീട് ഇവരുടെ ലൈഫ്. കുറേ ദിവസങ്ങൾ കഴിയുന്നു. പോലീസിന് ഇവരെ പിടിക്കാനൊന്നും പറ്റുന്നില്ല. ഈ ഓപ്പറേഷൻ ഉണ്ടല്ലോ, പോലീസ് ഈ ദോപ്ഡിനെയും ദുൽനെയും പിടിക്കാനായിട്ട് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ സെർച്ച് ചെയ്യുന്ന ആ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ ഫോറസ്റ്റ് എന്ന് ആയിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഒരു പുതിയ ക്യാരക്ടർ വരികയാണ്, അർജുൻ സിംഗ്. അദ്ദേഹം ഒരു ബംഗാളി കമാൻഡറാണ്. ഈ ഓപ്പറേഷൻ ഫോറസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുതിയ ചാർജ് ഈ അർജുൻ സിംഗിന് ആണ്. അപ്പോൾ അർജുൻ സിംഗ് അങ്ങനെ ചാർജ് എടുക്കുന്നു. അയാൾ പുതിയ രീതികൾ കൊണ്ടുവരികയാണ്. ഇത്രയും നാളായിട്ട് അന്വേഷിച്ച പോലീസിനൊന്നും ഇത് കണ്ടെത്താൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാം, ഇവർ കുറേ നാളുകളായി കാട്ടിൽ താമസിക്കണം. അപ്പോൾ കാട്ടിൽ താമസിക്കുമ്പോൾ ഇവർക്ക് വെള്ളം എന്തായാലും ആവശ്യമാണല്ലോ. അപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് എന്തായാലും ഒരു പുഴയിലോ അല്ലെങ്കിൽ ആ ഒരു വാട്ടർ സോഴ്സ് എവിടെയാണോ അവിടേക്ക് ഇവർ വരാതിരിക്കില്ല. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിക്കാം എന്ന്
പറയുകയും അങ്ങനെ അവിടെയുള്ള മറ്റ് പോലീസുകാരോട് ഈ കാര്യം അറിയിക്കുകയും ചെയ്യണം. അങ്ങനെ വെള്ളമുള്ള സ്ഥലത്തിനൊക്കെ പരിസരത്തൊക്കെ പോലീസ് നിൽക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇവർ പറയണ പോലെ തന്നെ ദുൽന ഒരു ദിവസം വെള്ളം കുടിക്കാനായിട്ട് ഒരു പുഴയുടെ അടുത്തെത്തുന്നു. ദുഃഖി സിംഗ് എന്ന പേരുള്ള ഒരു പോലീസ് ഓഫീസർ ഇയാളെ കാണുന്നു. അങ്ങനെ ദുൽനയെ അവർ ഷൂട്ട് ചെയ്ത് ദുൽന മരിക്കുകയാണ്. അപ്പോൾ അവർ അതിൻ്റെ അടുത്ത് പോയി ഉറപ്പ് വരുത്തുകയാണ്, ഇത് ദുൽന തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തുന്നു. പോയി നോക്കുന്ന സമയത്ത് അത് ദുൽനയാണ്. അപ്പോൾ ഉടനെ അർജുൻ സിംഗ് അവിടേക്ക് എത്തുന്നു. എന്നിട്ട് ഈ ദുൽനയുടെ ബോഡി ആരും ടച്ച് ചെയ്യേണ്ട, ഇത് എടുക്കണ്ട, ഈ ബോഡി വെച്ച് നമുക്ക് ദോപ്റ്റിയെ പിടിക്കാം. അപ്പോൾ ദോപ്റ്റി ആണെങ്കിൽ അവളുടെ ഹസ്ബൻഡിനെ അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ദുൽനയുടെ അടുത്തേക്ക് പോകണം എന്നൊക്കെ അവൾക്കുണ്ട്. പക്ഷേ ഒരിക്കലും പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ ഇവളെയും പോലീസ് പിടിക്കും. അപ്പോൾ ആ ട്രൈബൽ ഗ്രൂപ്പിലുള്ള ആരും തന്നെ ദുൽനയുടെ ബോഡിയുടെ അടുത്തേക്ക് പോകുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ദോപ്റ്റി പുറത്തേക്ക് എങ്ങോട്ടും പോയതേ ഇല്ല. അതായത് ആ കാട് വിട്ട് അവൾ എവിടേക്കും പോയില്ല. അങ്ങനെ ദോപ്റ്റി വരില്ല എന്ന് മനസ്സിലായ അർജുൻ സിംഗ് ദുൽനയുടെ ബോഡി എന്ത് ചെയ്യുക, ഓഫീസേഴ്സിനോട് ആവശ്യപ്പെടുകയാണ് ടു ഡ്രാഗ് ഹിസ് ബോഡി ഇൻ ദ വില്ലേജ്. അവരുടെ വില്ലേജിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകാനായിട്ട് പറയണം. അപ്പോൾ ഇത്രയും ദിവസമായി ഡെഡ് ബോഡി എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കഥയിൽ ചോദ്യമില്ല. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് പറയണം. ദോപ്റ്റി ആണെങ്കിൽ ഈ സമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ കാട്ടിൽ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവൾക്ക് ആകെ കഴിക്കാനായിട്ട് റോ റൈസ് മാത്രമേ ഉള്ളൂ, പച്ച അരി മാത്രമാണ് അവളുടെ കൈവശമുള്ളത്. അപ്പോൾ അങ്ങനെ വീണ്ടും ദോപ്റ്റിയും ഈ ജംഗിളിൽ പുഴയുടെ അടുത്തുകൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആരോ അവളെ വിളിക്കുകയാണ്, ദോപ്റ്റി എന്ന് വിളിക്കുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ദോപ്റ്റി എന്നുള്ളത് ദോപ്റ്റി എന്നുള്ള പേര് ആ ഗ്രാമത്തിൽ ഇവരെ നേരിട്ട് പരിചയമുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ വിളിച്ച ആൾ സുർജ സാഹു ഉണ്ടല്ലോ, ഇവർ കൊന്നു എന്ന് പറയുന്ന ആ ലാൻഡ് ലോർഡ്, അയാളുടെ ബ്രദറാണ്. റൊട്ടോണി സാഹു എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ഇത് അയാളെ മനസ്സിലായപ്പോൾ ദോപ്റ്റി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഉടനെ തന്നെ ഈ റൊട്ടോണി സാഹു പോലീസിനൊക്കെ ആയിട്ടാണ് അവിടെ, പോലീസ് എപ്പോഴും കാടിന് ചുറ്റും ഉണ്ടല്ലോ ഇവരെ പിടിക്കാനായിട്ട്. അപ്പോൾ അവരെല്ലാവരും ചേർന്ന് ഇവളെ പിടിക്കുന്നു. അങ്ങനെ ദോപ്റ്റിയെയും കൊണ്ട് അവർ ക്യാമ്പിലേക്ക് പോവാണ്. അവിടെ വെച്ച് ഇവളെ കുറേ നേരം ക്വസ്റ്റ്യൻ ചെയ്യണു. പക്ഷേ ഇവളൊന്നും തന്നെ പറയണില്ല. ആ ക്യാമ്പിലാണെങ്കിൽ 100 പേരുണ്ട്, പോലീസുകാരും അല്ലാത്തവരുമായിട്ട് 100 പേരുണ്ട്. അവിടെ ഇവൾ മാത്രമാണ് ഒരു ഫീമെയിൽ. അപ്പോൾ അർജുൻ സിംഗ് ഈ 100 പേരോടും പറയാണ് അവളെ പരമാവധി ടോർച്ചർ ചെയ്ത് അവളെ റേപ്പ് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്യാണ്. അപ്പോൾ അതാണ് അധികാരത്തിൻ്റെയും, ഇവളൊരു ട്രൈബൽ വുമണാണ്, അവരോട് ചെയ്യുന്ന ആ ഒരു ക്രൂരതയാണ് നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അയാളുടെ ആജ്ഞയനുസരിച്ച് അവിടുത്തെ കമാൻഡേഴ്സ് ഓഫീസേഴ്സൊക്കെ ഇവളെ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്യാണ്. മണിക്കൂറുകളോളം റേപ്പ് ചെയ്തു എന്നാണ് കഥയിൽ പറയുന്നത്. അങ്ങനെ അവൾ ബോധം ഇല്ല, അവൾ ബോധരഹിതയാവാണ് അവിടെ. അങ്ങനെ ദോപ്റ്റി അവൾക്ക് ബോധം വരുന്ന സമയത്ത് അവൾ നേക്കഡായിട്ട് കിടക്കുന്നതായിട്ട് അവൾ മനസ്സിലാക്കുകയാണ്. മാത്രമല്ല അവളെ കെട്ടിയിട്ടിരിക്കുന്നു കയ്യിലും കാലിലുമൊക്കെ. അവളുടെ എല്ലാ ശരീരത്തിൽ ബ്ലീഡ് ചെയ്യാത്ത ഒരു ഭാഗം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ഓഫീസേഴ്സ് അവളെ റേപ്പ് ചെയ്യണു. അങ്ങനെ അടുത്ത ദിവസമായി ഈ ദോപ്റ്റിനെ അർജുൻ സിംഗിൻ്റെ മുമ്പിലേക്ക് ഈ ഓഫീസേഴ്സ് കൊണ്ടുപോവാണ്. അപ്പോൾ അവൾക്ക് ഇടാനായിട്ട് ഡ്രസ്സ് കൊടുക്കണു. പക്ഷേ അവൾ അത് ഇടാൻ സമ്മതിക്കണില്ല, ഡ്രസ്സ് ഇടില്ല എന്ന് പറയണു. അങ്ങനെ അർജുൻ സിംഗിൻ്റെ മുമ്പിൽ അവളുടെ ബോഡി, ആ ബ്ലീഡ് ചെയ്യുന്ന ബോഡി പാർട്സോടെ, ആ ശരീരത്തോടെ അവൾ നിൽക്കുകയാണ് നേക്കഡായിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അർജുൻ സിംഗ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ ഓഫീസേഴ്സിനോട് എന്നെ റേപ്പ് ചെയ്യാൻ? അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? ഡോണ്ട് യു വോണ്ട് ടു സീ വാട്ട് ദേ ഡിഡ് ഇറ്റ് മീ? അപ്പോൾ അവരെന്നോട് എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് കാണണ്ടേ എന്ന് അവൾ അവിടെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് അർജുൻ സിംഗിനോട് പറയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ അവൾ അർജുൻ സിംഗിൻ്റെ മുഖത്തേക്ക് തുപ്പാണ്. അതുമാത്രമല്ല, നിങ്ങളെല്ലാവരും ഭീരുക്കളാണ്,
അപ്പോൾ നിങ്ങളെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ ഈ അർജുൻ സിംഗിൻ്റെ അടുത്തേക്ക് പോണു. എന്നിട്ട് അവളുടെ ശരീരം കൊണ്ട് തന്നെ അയാളെ ഇങ്ങനെ തള്ളിയിടണം, പുഷ് ചെയ്യാണ് ബാക്കിലേക്ക്. അതോടെ അയാളിങ്ങനെ പേടിച്ച് ബാക്കിലേക്ക് വീഴുന്നു. അവിടെ വെച്ച് ഈ സ്റ്റോറി അവസാനിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇതിൽ എന്താണ് അവസാനിക്കുന്നത് എങ്ങനെയാണ്, ഈ എന്താണ് അൺഡിഫീറ്റഡ് ആയിട്ട് ദ്രൗപദി സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ മഹാഭാരതത്തിലെ ദ്രൗപദി എന്നുള്ള ക്യാരക്ടറിൻ്റെ പേരാണ് ഈ കഥയ്ക്ക് കൊടുത്തിട്ടുള്ളത്. മഹാഭാരതത്തിൽ എന്താണ് അവളെ രക്ഷിക്കാൻ അവളുടെ ഭർത്താക്കന്മാരും എന്താണ് ശ്രീകൃഷ്ണൻ ദൈവവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ദ്രൗപദിയെ രക്ഷിക്കാൻ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മഹാശ്വേതാദേവി എന്താണ് പറയുന്നത്, മോഡേൺ വിമൻ മസ്റ്റ് ഫൈറ്റ് ദെയർ ഓൺ ബാറ്റിൽസ്. ഇന്നത്തെ ആധുനിക കാലത്തെ സ്ത്രീകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നതാണ് ഇതിലൂടെ മഹാശ്വേതാദേവി പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു സ്റ്റോറി മാത്രമല്ല, ഒരു ഇൻജസ്റ്റിസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് കൂടിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അടുത്ത സ്റ്റോറി അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.